നമസ്കാരം. പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധത്തിൽ ഉലഞ്ഞ ജീവിതം. ഒടുവിൽ അരുംകൊല. കോട്ടയം കാണക്കാരി സ്വദേശിയായ സാം കെ ജോർജ് രണ്ടാം ഭാര്യയായ ജെസ്സി സാമിനെ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്നാണ് പോലീസ് പറയുന്നത്. ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് ജെസ്സിയെ കൊലപ്പെടുത്തി മൃതദേഹം ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്നും 50 അടി താഴ്ചയിലേക്ക് തള്ളിയത്. കൊലപാതകത്തിന് ശേഷം മൈസൂരിലേക്ക് കടന്ന സാം ഒടുവിൽ പിടിയിലായപ്പോഴാണ് മിസ്സിംഗ് കേസ് കൊലപാതക കേസായി മാറിയത്. കുറവിലങ്ങാട്ട് കൊല്ലപ്പെട്ട ജെസ്സിയുടെയും ഭർത്താവ് സാമിന്റേതും പ്രണയവിവാഹമായിരുന്നുവെന്നാണ് ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്. മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തതോടെയാണ് ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളിയത്. +1 പഠിക്കുന്ന കാലത്താണ് ജെസ്സി ആദ്യമായി സാമിനെ കണ്ടത്. സാമിന്റെ പ്രണയാഭ്യർത്ഥനയോടെയാണ് ആ ബന്ധം ശക്തമായത്. ജെസ്സിയുടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. 1994 ബംഗളൂരുവിലെ വിവേക് നഗറിൽ വെച്ചായിരുന്നു ഇരുവരും മാത്രമായ വിവാഹ ചടങ്ങ്. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു സാമിനൊപ്പം ജെസ്സി പോകാൻ തീരുമാനിച്ചത്. താലി കെട്ടിയതല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയോ മറ്റ് നടപടികൾ പൂർത്തിയാക്കുകയോ ചെയ്തില്ല. 1994 ജെസ്സിയും സാമും വിവാഹിതരാകുന്നത്. ആദ്യ ഭാര്യ പ്രസവിച്ച ദിവസം തന്നെയായിരുന്നു സാം ജെസ്സിയെ ബംഗളൂരുവിലെ പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചതെന്നാണ് ജെസ്സിയുടെ അഭിഭാഷകൻ പറഞ്ഞത്. എന്നാൽ നിയമപരമായി അന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ജെസ്സിയെ വിവാഹം കഴിച്ചതോടെ ആദ്യ ഭാര്യ കുഞ്ഞിനെ സാമിനെ ഏൽപ്പിച്ചു പോയി. ഇതോടെ ഈ കുട്ടിയും ജെസ്സിയാണ് വളർത്തിയത്. സാം ജെസ്സി ദമ്പതിമാർക്ക് 2 കുട്ടികളുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു. അഭിഭാഷകൻ പറയുന്നത് ഇങ്ങനെ: ജെസ്സിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു സ്ത്രീയെ സാം വിവാഹം കഴിച്ചിരുന്നു. ആ സ്ത്രീയിൽ കുട്ടിയുണ്ടായ അതേ ദിവസമാണ് ജെസ്സിയും സാമും ബംഗളൂരുവിലെ പള്ളിയിൽ വെച്ച് വിവാഹിതരായത്. സാമിന്റെ ആദ്യ ഭാര്യയിലെ കുഞ്ഞിനെയും ജെസ്സിയാണ് വളർത്തിയത്. ആ കുട്ടിയുടെ അമ്മ ആരാണെന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. ജെസ്സിക്കും അറിയില്ല. 3 കുട്ടികളെയും ജെസ്സി വളർത്തി. അവരുടെ രേഖകളിലും അമ്മയുടെ പേര് ജെസ്സിയുടെ പേരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെസ്സിയും സാമും നേരത്തെ വിദേശത്തായിരുന്നു. IT മേഖലയിലായിരുന്നു സാമിന്റെ ജോലി. വിദേശത്തായിരിക്കെ ജെസ്സി ഡേ കെയർ നടത്തിയിരുന്നു. വിദേശത്ത് താമസിക്കുന്നതിനിടയിലും സാം ജെസ്സിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഡോറിന്റെ ലോക്ക് കൊണ്ട് തലക്കിടിച്ചാണ് ജെസ്സി ആക്രമിച്ചത്. ഗുരുതരമായി ജെസ്സി വെന്റിലേറ്ററിലായി. എന്നാൽ സാം കരഞ്ഞു പറഞ്ഞതിനാൽ അവർ കേസ് ഒഴിവാക്കി. കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെയാണ് ജെസ്സിയും സാമും വിദേശത്ത് നിന്ന് തിരികെ എത്തിയത്. സാം ജോർജിന് വിദേശ യുവതികളുമായി അടക്കം ഒട്ടേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നാണ് ആരോപണം. വിദേശ യുവതികളുമായി സാം വീട്ടിലെത്തുന്നതും ജെസ്സി ചോദ്യം ചെയ്തിരുന്നു. ജെസ്സിയെ കാണാതായ കേസിൽ പോലീസ് സാമിനെ ബംഗളൂരുവിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഒരു ഇറാനിയൻ യുവതി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. സംഭവ ദിവസങ്ങളിൽ ഇതേ യുവതി സാമിനൊപ്പം വീട്ടിലെത്തിയിരുന്നതായി ജെസ്സിയുടെ അഭിഭാഷകന് പറഞ്ഞു. ഈ യുവതിയോട് ജെസ്സി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. ഇത് കേട്ടതോടെ ഇനി സാമിനൊപ്പം വരില്ലെന്ന് ഇറാനിയൻ യുവതി പറഞ്ഞു. എന്നാൽ ബംഗളൂരുവിൽ സാമിനൊപ്പം ഇതേ യുവതിയെയും കണ്ടത് സംശയത്തിനിടയാക്കുന്നതാണ്. സെപ്റ്റംബർ 26 രാത്രി ജെസ്സി താമസിക്കുന്ന താഴത്തെ നിലയിലെത്തി ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയത്. അടുത്ത ദിവസം പുലർച്ചെ കാറിൽ ചക്കരുമാണ്ട് ഭാഗത്തെത്തി റോഡിൽ നിന്ന് മൃതദേഹം കൊക്കയിലേക്ക് തള്ളിയിട്ടു. 29 ജെസ്സിയെ സുഹൃത്ത് ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. ഇവർ കുറവിലങ്ങാട്ട് പോലീസിൽ പരാതിപ്പെട്ടു. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ബംഗളൂരുവിലുണ്ടെന്ന് മനസ്സിലാക്കി. പോലീസ് അവിടെ എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് മിസ്സിംഗ് കേസ് കൊലക്കേസായി മാറിയത്. മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലം ഉൾപ്പെടെ പ്രതി പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ജെസ്സിയെ കാണാനില്ലെന്ന കുടുംബ സുഹൃത്തിന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണമാണ് വഴിത്തിരിവായത്. ജെസ്സിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കൊക്കയിൽ തള്ളിയെന്ന കേസിൽ ഭർത്താവ് സാം കെ ജോർജിനെ ബംഗളൂരുവിൽ നിന്നാണ് വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സാം കെ ജോർജിനെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം മുതൽ തന്നെ അന്വേഷണം നടന്നത്. പരസ്ത്രീ ബന്ധത്തെ ചൊല്ലി സാമിന്റെ കുടുംബത്തിലുള്ള തർക്കവും പരാതികളും കോടതി കേസുകളുമാണ് അന്വേഷണം ഇയാളിൽ കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയതെന്ന് ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വൈക്കം ഡിവൈഎസ്പി TP വിജയൻ, SHO E. അജീബ്, SI മാരായ മഹേഷ് കൃഷ്ണൻ, V. വിനോദ് കുമാർ, ASI TH നിയാസ്, CPO പ്രേംകുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്.